നമസ്കാരം. മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പും പ്രചരണങ്ങളും ഒക്കെയായി ആകെ മൊത്തം ബഹളമാണിപ്പോ അല്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് ചോദ്യം ചോദിച്ച് എങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ കുറച്ച് മാധ്യമ പ്രവർത്തകരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവർ ചോദിച്ച ആള് മാറിപ്പോയി. പൗരത്വ ഭേദഗതിയെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ ചോദ്യം ഉന്നയിച്ച മാധ്യമ പ്രവർത്തകന് ചുട്ട മറുപടി നൽകുന്ന തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം എന്താണ്? അത് കാരണം എന്താണെന്ന് ആലോചിച്ചൊക്കെ ബുദ്ധിയില്ലേ? അല്ല, ഞാൻ അല്ല, സോഷ്യൽ മീഡിയയിൽ അത്ര ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് അത് പറഞ്ഞു? ഞാൻ അതിനൊരു ഫുഡ് ഫോർ തോട്ട് ഇട്ട് തന്നു. എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മുടെ ഫുഡ് സർപ്ലസ് എത്രയാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരെയൊക്കെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയണ്ടേ? നിങ്ങൾ ദുബായിലൊക്കെ ചെന്ന് പറ, വരിഞ്ഞ് കയറി വരുന്നവരെല്ലാം സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവിടെ ഇടാൻ പറ. ഒന്ന് ശ്രമിച്ചു നോക്ക്. അമേരിക്ക നടക്കും. ഇന്ത്യക്ക് അവകാശമുണ്ട്. ഇവിടുത്തെ പൗരൻ ആരാണെന്ന് ഇന്ത്യക്ക് അറിയണം. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയണം. ബംഗ്ലാദേശിയാണോ ഇവിടുത്തെ വോട്ട് തീരുമാനിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളില്ല. ഇനി പൗരത്വ ഭേദഗതിയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള ചോദ്യവുമായി അദ്ദേഹം സുരേഷ് ഗോപിയുടെ അടുക്കലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ തന്നെ ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ എത്തുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളതാണോ? ഇതിന്റെ ഉത്തരം ഒന്ന് ചിന്തിച്ചാൽ മതി എന്നിരിക്കെ എന്തിനായിരിക്കും ആ മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ പക്കലിലേക്ക് ഇത്തരത്തിലൊരു ചോദ്യവുമായി എത്തുന്നത് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. എന്തായാലും ചോദ്യം ചോദിച്ച ആൾക്ക് വയറ് നിറച്ച് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ വീണ്ടും കാണാം. നന്ദി.